ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഷാർക്ക് തീം കേക്കിലുള്ള ഷാർക്കൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷാർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതേപോലത്തെ ഷാർക്ക് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കഫേയിലൊക്കെ പോയിട്ട് പ്രിൻ്റ് എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ പോയിട്ട് അത് നമുക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് വരച്ചെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റ് ഫോണ്ടിൻ്റെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓറഞ്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റെഡും യെല്ലോവും ജെൽ കളറാണ് ഒറ്റിച്ച് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം CMC പൗഡർ കുറച്ചൊന്ന് ആഡ് ചെയ്യാം. CMC പൗഡർ ആഡ് ചെയ്യുന്നത് കുറച്ചൊരു ഹാർഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാനെടുത്ത ആ ഫോട്ടോ ഷാർക്കിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഇതിൽ ഒരു ഡ്രോപ്പും കൂടി ഒരു റെഡ് കളർ ഒറ്റിച്ച് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ഓറഞ്ച് കിട്ടിയത്. അപ്പോൾ ഇത് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. നമുക്ക് എത്ര തിക്നെസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഇനി ഞാൻ പരത്തി വെച്ചതിൻ്റെ മുകളിൽ ഷാർക്കിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്യുന്നത് ഞാനല്ല കേട്ടോ, ഹസ്ബൻഡാണ്. ഇങ്ങനത്തെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അധികവും ചെയ്യൽ ഹസ്ബൻഡാണ്. അങ്ങനെ നമ്മുടെ ഷാർക്കിൻ്റെ ഈ ഫോട്ടോ ഇല്ലേ, അതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള ഒരു വൈറ്റ് ഇതില്ലേ, ആ വൈറ്റ് ഭാഗവും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ഫോണ്ടൻ്റ് ഉണ്ട് കേട്ടോ. വൈറ്റ് ഫോണ്ടൻ്റിൽ ഞാൻ കുറച്ച് CMC പൗഡർ ആഡ് ചെയ്തിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പരത്തിയിട്ട് നമ്മൾ ആ വൈറ്റിൻ്റെ ആ ഷാർക്കിൻ്റെ ഫോട്ടോയിലുള്ള വൈറ്റിൻ്റെ ഒരു ഭാഗവും അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ വൈറ്റ് വരുന്ന ഭാഗത്ത് മുകളിലായിട്ട് നമുക്ക് അതിൻ്റെ വായയും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം.
ഇനി നമുക്ക് വൈറ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒന്ന് തൊട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എഡിബിൾ ഗമ്മ് വെച്ചിട്ടോ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ വൈറ്റ് ഫോണ്ടൻ്റ് ചെറിയൊരു റൗണ്ടാക്കിയിട്ട് കണ്ണ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് എഡിബിൾ പെൻ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ അവിടെ ഒന്ന് വരച്ചും കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഓറഞ്ച് കളർ ഫോണ്ട് യൂസ് ചെയ്തിട്ട് എത്ര ഷാർക്ക് വേണമെന്നുള്ളത് നമ്മൾ ആവശ്യാനുസരണം എടുത്ത് വെക്കുക. പിന്നെ ബാക്കിയുള്ള കളറുകൾ യൂസ് ചെയ്തിട്ടും ഷാർക്കുകൾ വേറെ ഉണ്ടാക്കുക. പിന്നെ ബാക്കി വന്നിട്ടുള്ള ഓറഞ്ച് കളർ ഫോണ്ടൻ്റ് കൊണ്ട് ഞാൻ കുറച്ച് സ്റ്റാർസും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാനൊരു പിങ്ക് കളറിലും ഷാർക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്തത്. പിന്നെ ഈ പിങ്ക് കളറിൽ ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഷാർക്ക് തീമിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പിന്നെ ഷെല്ല്, പിന്നെ ആമ, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്തതൊക്കെ ഇതേപോലത്തെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ അടച്ചു വെക്കുകയാണ് കേട്ടോ ചെയ്യുക. ഫ്രിഡ്ജിൽ വെക്കരുത്, പുറത്ത് തന്നെ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ഫിക്സ് ചെയ്യുക, കേക്ക് മേൽ ഫിക്സ് ചെയ്ത് കൊടുക്കൽ. നമ്മൾ ഈ ബോക്സിൽ ആദ്യം കുറച്ച് കോൺഫ്ലവർ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് ഇടുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ, ഷാർക്കിൻ്റെ ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.